എല്ലാവർക്കും നമസ്കാരം. കേരള PSC 2025 ജനുവരിയിലെ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് പരീക്ഷയുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഓൺലൈൻ മുഖേനയാണ് അപേക്ഷകളെല്ലാം സമർപ്പിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓൺലൈൻ വഴി ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാനാവുക, ഏതൊക്കെ പേപ്പറുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള A to Z വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ആദ്യമായി നമ്മൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ kerala.gov.in ലോഗിൻ ചെയ്യുക. അതിനുശേഷം ലഭിക്കുന്ന വിൻഡോയിൽ ഡിപ്പാർട്ട്മെൻ്റൽ എക്സാം ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കാണുന്ന വിൻഡോയിൽ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് രജിസ്ട്രേഷൻ എന്ന വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇങ്ങനെയൊരു വിൻഡോ വരും. അതിൽ കൊടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് ജനുവരി 2025 നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ്, ഗസറ്റഡ് ഡേറ്റ് ജനുവരി 13, 2025, ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 12, 2025. അപ്പോൾ 2025 ഫെബ്രുവരി 12 വരെ നമുക്ക് ഡിപ്പാർട്ട്മെൻ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഡിപ്പാർട്ട്മെൻ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാധാരണ PSCക്ക് ചെയ്ത പോലെ ഒരു ന്യൂ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യണം. അതിൽ നമ്മൾ നമ്മുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ, നമ്മുടെ വീട്ട് അഡ്രസ്സ്, നമ്മുടെ ഓഫീസ് സംബന്ധിക്കുന്ന വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു യൂസർ ID യും പാസ്വേഡും ലഭിക്കുന്നതാണ്. ഈ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ ആക്സസ് കോഡ് എൻ്റർ ചെയ്യുക. തുടർന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിലും ഇമെയിലിലുമായിട്ട് ഒരു OTP PSC അയച്ചു തരും. ആ OTP എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ PSCയിൽ കാണുന്ന ഒരു വിൻഡോ പോലെ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ അപ്ലൈ ഫോർ ടെസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നോട്ടിഫിക്കേഷനായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് ജനുവരി 2025 നോട്ടിഫിക്കേഷൻ. നേരത്തെ കണ്ടതുപോലെ തന്നെ ഗസറ്റഡ് ഡേറ്റ് ജനുവരി 13, ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 12. അപ്പോൾ ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന അപ്ലൈ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മൾ നേരത്തെ നമ്മുടെ ഫോട്ടോയ്ക്ക് താഴെയുള്ള ഒരു ഡേറ്റും പേരടക്കം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പേര് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫോട്ടോ എടുത്ത ഡേറ്റ് ഇവിടെ ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫായിട്ട് എൻ്റർ ചെയ്യുക. ഇത് ഒരു സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്നതാണ് കൂടുതൽ അഭികാമ്യം. കാരണം മൊബൈൽ വഴി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. സോ മാക്സിമം എല്ലാവരും സിസ്റ്റം ഉപയോഗിച്ച് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ഇവ രണ്ടും എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് നമ്മൾ കൊടുത്തിട്ട് പ്രൊസീഡ് ഞെക്കുക. ഓക്കെ. തുടർന്ന് നമുക്ക് ഇവിടെ അപ്ലൈ ഫോർ ടെസ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ആദ്യം അവർ ചോദിക്കുന്നത് റീജിയൻ നെയിമാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പരീക്ഷാ സെൻറ്ററുകൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും 3 റീജിയനിലാണ് PSC ഡിപ്പാർട്ട്മെൻ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്: തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. അപ്പോൾ നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങളുടെ അടുത്തുള്ള എക്സാം സെൻറ്ററിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എറണാകുളം ചൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഡെമോ പോലെ. ഓക്കെ. അപ്പോൾ ഇവിടെ എറണാകുളം വന്നിട്ടുണ്ട് ചൂസ് ചെയ്തത്. അതിനുശേഷം ഇവിടെ പ്രിഫറൻസ് നമുക്ക് കൊടുക്കാം. ഈ എറണാകുളത്തിന് ഉള്ളിൽ തന്നെയുള്ള മറ്റ് ജില്ലകളിലുണ്ട്. അപ്പോൾ എറണാകുളത്തിന് കീഴിൽ വരുന്നതാണ് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. അപ്പോൾ ഇത് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾ ഏത് ജില്ലയിലാണോ പരീക്ഷാ സെൻറ്റർ വേണ്ടത് എന്ന രീതിയിൽ ഓർഡർ വൈസ് നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്റർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെ ഡെമോ പോലെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണ ആഡ് ചെയ്യുമ്പോഴും അത് സേവ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എക്സാമിനേഷൻ നെയിം എന്താണെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാമിനേഷൻ നമുക്ക് വേണ്ടത് ഇത്രയും എക്സാമുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ സെക്രട്ടേറിയറ്റ് മാനുവൽ ടെസ്റ്റ്, മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ ടെസ്റ്റ്, അതിന് പല പരീക്ഷകളുണ്ട്.
അപ്പോൾ നമുക്ക് വേണ്ട പരീക്ഷ ഏതാണ് എന്നുള്ളത് നമ്മുടെ സഹപ്രവർത്തകരായോ നമ്മുടെ സീനിയേഴ്സായോ സംസാരിച്ച് അവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കി ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു LD ക്ലർക്ക് ആണെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ ടെസ്റ്റും അക്കൗണ്ട് ടെസ്റ്റ് ലോവറും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. വേണമെങ്കിൽ അക്കൗണ്ട് ടെസ്റ്റ് ഹയറിനും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ ഒക്കെ ആയിട്ടാണ് സർവീസിൽ പ്രവേശിച്ചതെങ്കിൽ നമുക്ക് സെക്രട്ടേറിയറ്റ് മാനുവൽ ടെസ്റ്റും കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഡെമോ പോലെ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ ഫോർ ദ KICBLന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത പേപ്പർ ഇവിടെ വ്യക്തമായിട്ട് വരും. അതിനുശേഷം നമുക്ക് ഇതിനുള്ളിൽ തന്നെയുള്ള പേപ്പറുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഇപ്പോൾ കേരള സർവീസ് റൂൾസ് പേപ്പർ 1 ഉണ്ട്, കേരള ഫിനാൻഷ്യൽ കോഡ് ഉണ്ട്, എലമെൻറ്റ്സ് ഓഫ് കൊമേഴ്സ്യൽ അക്കൗണ്ട്സ് ബുക്ക് കീപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഞാനിതിലൊരു ഡെമോ പോലെ കേരള സർവീസ് റൂൾസ് സെലക്ട് ചെയ്തിട്ടു. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം അടുത്തവർ ചോദിക്കുന്നത് ഫ്രീ ചാൻസ് ആണോ അല്ലയോ എന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു വകുപ്പിന് കീഴിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മിക്കവാറും നമുക്കൊരു ഫ്രീ ചാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രീ ചാൻസ് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ വായിച്ച് നോക്കിയിട്ട് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആർക്കൊക്കെയാണ് ഇതിന് അർഹത ഉണ്ട് ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സായിട്ടോ കൊളീഗ്സായിട്ടോ സംസാരിച്ച് ഇതിൽ ഫ്രീ ചാൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവരോട് ഡിസ്കസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ചോദിക്കുന്നുണ്ട് അവർ ഫ്രീ ചാൻസ് യെസ് ഐ വാണ്ട് ടു ക്ലെയിം നൗ, നോ ഐ വിൽ ക്ലെയിം ലേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ചാൻസ് ഉണ്ട് എങ്കിൽ ഇവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്, ഇല്ല എങ്കിൽ നോ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ അവിടെ യെസ് ചൂസ് ചെയ്തു, അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ്, അതപ്പോൾ അവിടെ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ സേവ് പേപ്പർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത പേപ്പർ ഇവിടെ കാണാം. ഇവിടെ ഫ്രീ ചാൻസിൻ്റെ അവിടെ ഒരു ടിക്ക് കാണാം. അതിനർത്ഥം നമ്മൾ ഫ്രീ ചാൻസ് അവൈൽ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഫ്രീ ചാൻസ് ഇല്ല എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് എങ്കിൽ ഇവിടെ ഫ്രീ ചാൻസിലെ ടിക്ക് നമുക്ക് കളയാവുന്നതാണ്. അതിനുശേഷം ചെക്ക് ഇഫ് പേയ്മെൻറ്റ് ഡ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ഏതെങ്കിലും പേപ്പർ നമുക്ക് ഒരു തെറ്റായ രീതിയിലാണ് നമ്മൾ പേപ്പർ തിരഞ്ഞെടുത്തതെങ്കിൽ അപ്പോൾ നമ്മളിവിടെ ഡിലീറ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പഴയ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായ പേപ്പറുകളെല്ലാം ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പേപ്പർ ചൂസ് ചെയ്തതിന് ശേഷം ചെക്ക് ഇഫ് പേയ്മെൻറ്റ് ഡ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും, ഈ പേയ്മെൻറ്റ് ഓഫ് ഫീ. അതിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ നമ്പർ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ചൂസ് ചെയ്തത് 2025 ജനുവരി ആണ്. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്തു, 2025 ജനുവരി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ചൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രീ ചാൻസ് ആണെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ഫീസായിട്ട് ഓരോ പേപ്പറിനും 210 രൂപ അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ 210 രൂപ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എക്സാമിനേഷൻ ഫീ ആയിട്ട് നമുക്കൊന്നും വരുന്നില്ല ആദ്യത്തെ ചാൻസ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ പേ RS 210 എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രീ ചാൻസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓരോ പരീക്ഷയ്ക്കായിട്ട് 160 രൂപ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് കാണിച്ചിട്ടുള്ളത് പേ RS 210 + 160, അതായത് 370 രൂപ നമ്മൾ ഫീസായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പേ ആസ് 370 നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നേരിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയുടെ വെബ്സൈറ്റിലോട്ടാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ട്രഷറി മുഖേന നമുക്ക് ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അത് നോക്കി നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പേയ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ വകുപ്പ് തല വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ബാങ്കിങ് സംവിധാനം ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് മുഖേനയാണ് പരീക്ഷാ ഫീസും സർട്ടിഫിക്കറ്റ് ഫീസും കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ പണം കൊടുക്കുന്നതിന് പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിലെ മെയ്ക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിൽ ട്രഷറി വകുപ്പിൻ്റെ സൈറ്റിലേക്ക് പ്രവേശിച്ച് ഓൺലൈൻ വഴി പണം കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ബാങ്കിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്ന GIR നമ്പർ, ഗവൺമെൻറ് റെഫറൻസ് നമ്പർ കുറിച്ചെടുത്ത് സൂക്ഷിക്കേണ്ടതാണ്.
ഓക്കെ, ഈ പേയ്മെൻറ്റ് ഇടപാട് പൂർത്തിയാക്കുമ്പോൾ നെറ്റ്വർക്ക് തകരാർ ഉൾപ്പെടെ സാങ്കേതിക തടസ്സങ്ങൾ കാരണം അക്കൗണ്ടിൽ നിന്ന് പണം ഡെബിറ്റ് ആവുകയും ഇടപാട് പൂർത്തിയാകാതെയും വന്നാൽ നേരത്തെ കുറിച്ചെടുത്ത GIR നമ്പർ ഉപയോഗിച്ച് നമുക്ക് ബാങ്കിനെയോ ട്രഷറിയെയോ സമീപിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ പേപ്പറിന് 160 രൂപ എന്ന നിരക്കിലാണ് പരീക്ഷാ ഫീസ്. ഈ അടിസ്ഥാനത്തിൽ എത്ര പേപ്പറുകളുണ്ട് എന്ന് കണക്കാക്കി മുഴുവൻ പരീക്ഷാ ഫീസ് മുടക്കേണ്ടതാണ്. കൂടാതെ ഓരോ സർട്ടിഫിക്കറ്റിനും 210 രൂപ എന്ന നിരക്കിൽ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ചാൻസ് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ വകുപ്പ് തല മേധാവിയായിട്ടോ സഹപ്രവർത്തകരായിട്ടോ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫ്രീ ചാൻസ് ആയാലും ഇല്ലെങ്കിലും നമുക്ക് എന്തായാലും സർട്ടിഫിക്കറ്റിനായിട്ട് 210 രൂപ ഫീസ് അടയ്ക്കേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പേപ്പറിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നന്ദി.